നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ടി.ഒ. ബാബാസാഹിബിൻ്റെ KPCC പ്രസിഡൻ്റായിരുന്ന ടി.ഒ. ബാബാസാഹിബിൻ്റെയും കോൺഗ്രസ് നേതാവായിരുന്ന NK ലത്തീഫ് അവരുടെയും ചരമവാർഷിക ദിനമാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. സാനു മാഷയുടെ ചരമവാർഷികമാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാജ മൊയ്തീൻ സാഹിബിൻ്റെ മകൻ ഡോക്ടർ ഖലീലുർ റഹ്മാനും അകാലത്തിൽ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിന് മുമ്പിലും ദുആ ചെയ്യണം. മറ്റൊന്ന്, എൻ്റെ സതീർത്ഥ്യൻ കൂടെ പഠിച്ച NB കേശവൻ, നടുക്കോടി പാപ്പുച്ചേട്ടൻ മകൻ കേശവൻ. ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച. അതിനുശേഷം പുള്ളിപ്പാട് ബിസിനസ്സിലേക്ക് പോയി, ഞാനും കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ്. ഇല്ല, കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയും ശ്രീനിവാസനും ബാലനും ഒക്കെ ആയിട്ട് പറയുന്ന പോലെ കടക്കിട്ട ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ മമ്മൂട്ടിയുടെ ഉപയോഗിക്കല്ല, അതൊരു സംഭവം. ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കൽ ഞാനല്പം പൊക്ക വണ്ണമൊക്കെ ആളന്ന് പോലെ ഇതേ പൊക്ക വണ്ണം കുറേ വണ്ണമുണ്ട്. വെറുതെ പിള്ളേർ കളി ഉണ്ടാവും, അപ്പോൾ തല്ലുപിടിയൊക്കെ ചെയ്യും. പുള്ളി പൊക്കം ആൾ പെട്ടെന്ന് ഡെസ്ക് അടിയിലേക്ക് പൊളിക്കും, എനിക്ക് പിടിക്കാൻ പറ്റില്ല. ആകെ ചിരിച്ച് കളിച്ച് ജീവിച്ച ആ കേശവൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി ഞാൻ നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. കേരളത്തിൽ മഴക്കെടുതി വളരെ രൂക്ഷമാണ്. മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, കാണാതാകുന്നു, പരിക്ക് പറ്റുന്നു എന്നുള്ളത്. ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ അവരുടെ കഴിവനുസരിച്ച് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ചെയ്യണം. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അത് പ്രകൃതിക്ഷോഭമാണ്. പ്രകൃതിക്ഷോഭത്തെ നമ്മൾ നേരിട്ട് എതിർക്കാൻ പറ്റില്ലല്ലോ, അത് കാലാവസ്ഥയായിട്ട് ബന്ധമുള്ളല്ലോ. പക്ഷെ നമുക്ക് ചെയ്യാൻ ചില മുൻകരുതലുകൾ, അതൊരു പ്രധാന മുൻകരുതലാണ്. 44 നദികളുണ്ടായാലും 3 നദി ഒറ്റ കിഴക്കോട്ട് പോകുന്നു, ബാക്കി 41 പടിഞ്ഞാട്ട് പോകുന്ന നദികളാണ്. ഈ കൊച്ചു സംസ്ഥാനത്ത് വലിപ്പം വെച്ച് നോക്കിയാൽ ലോകത്തൊരു പക്ഷെ ഇത്രയും നദികളുള്ള ഉണ്ടാവില്ല, വലിപ്പം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇതെല്ലാം കാലാകാലങ്ങളിൽ മണൽ അല്ലെങ്കിൽ കല്ല് മണ്ണ് എടുത്ത് മാറ്റിയാൽ ഒരു പരിധി വരെയും വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമല്ല, നമുക്കെന്ന് വെച്ചാൽ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുറുപ്പൻ നെഞ്ചത്ത്. കളരിക്ക് പുറത്ത് വീഴാതെയും കുറുപ്പൻ നെഞ്ചത്ത് കൊള്ളയും കളരിക്കകത്ത് വീഴ്ത്താൻ നമ്മൾ പഠിക്കുന്നില്ല. എന്തെങ്കിലും എടുക്കാൻ ഓട്ട് കൊടുത്താൽ പിന്നെ പരമാവധി എടുത്തു. അങ്ങനെ എടുത്താണ് 90 കാലഘട്ടത്തിലേക്ക് പെരിയാർ പോലുള്ള നദികളിൽ എടുത്ത് 60-70 അടി വരെ ആഴത്തിൽ എടുത്തു കഴിഞ്ഞു. എന്നുവെച്ചാൽ ജങ്കാ സർവീസ് നടത്താൻ പറഞ്ഞ് നമ്മൾ സമരമൊക്കെ നടത്തി ജങ്കാ സർവീസ് നടത്തിയപ്പോൾ എഞ്ചിൻ നിന്നുപോയി. അപ്പോൾ 60 അടി മറ്റോ നീളമുള്ള 2 കഴയാണുള്ളത്. അത് ഇട്ടിപ്പോൾ എത്തുന്നില്ല. അതിനർത്ഥം അത്ര കൊണ്ട് അടിയിൽ മണ്ണെടുത്ത് പോയില്ലേ, തോട്ടിക്ക് എടുത്ത് മണലെടുത്ത് മാറ്റി. കള്ള ബിസിനസ്, ദുഷ്ടലാക്കുകൾ, അതിന് ഉദ്യോഗസ്ഥവർക്കും രാഷ്ട്രീയക്കാരും കൂട്ടുകയും ചെയ്തു. ഇപ്പം നിറഞ്ഞു കിടക്കാം പല പുഴകളും മണലെടുക്കാതെ നിറഞ്ഞെടുക്കാം. എന്താണ് മണൽ വാരാത്തത്? ഫോർബസ് പോലെയിട്ട ഒരു കമ്പനിയുണ്ട്, അത് പാറ പൊട്ടിച്ച് ബേബി മെറ്റൽ മണൽ പോലുള്ള മട്ടിലാക്കുന്ന ഒരു കമ്പനിയാണ്. കോടികൾ ഇടപാടാണ്. സർക്കാർ ഭൂമിയിൽ നിന്നുള്ള കരിങ്കൽ കൊണ്ട് ഈ വെറുതെ എടുത്തു കൊടുക്കാൻ നിസ്സാര ചെലവ് ചെയ്യുന്നുള്ളൂ. അവർക്ക് കോടികൾ ലാഭം ഉണ്ടാകാൻ വേണ്ടി ഒരു പറ്റം രാഷ്ട്രീയ നേതൃത്വവും ഒരു പറ്റം ഉദ്യോഗസ്ഥ വൃന്ദവും പുഴയിൽ മണലെടുക്കാൻ അനുവദിക്കാതെ പാറ പൊട്ടിച്ചെടുക്കണം. അല്ല, അപ്പോൾ ദൂഷ്യത്തിൽ അറിയാലോ, ഈ ഭൂകമ്പം അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന് ഒരു കാരണം ഈ പാറ പൊട്ടിക്കുന്നതാണ്. സമതുലിതാവസ്ഥ തെറ്റാണല്ലോ. അപ്പോൾ ബന്ധപ്പെട്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടിയോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നാടിനോട് സ്നേഹമുണ്ടെങ്കിൽ പുഴകളിൽ നിന്നെല്ലാം മണൽ വാരാൻ വിടും. ഈ മണൽ വാരായി എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രജ്ഞന്മാരായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആലോചിച്ച് എത്ര വാരാം. അപ്പോൾ പെരിയാർ നദിയിൽ നിന്ന് എത്ര ആഴത്തിൽ മണലെടുക്കുക, അത് കണക്കെടുത്തിട്ട് അത് മാത്രം മാറാവില്ല, മുഴുവൻ എടുത്ത് മാറ്റും, മണ്ണൊരെടുത്ത് മാറ്റരുത്.
അങ്ങനെ മാറ്റിയാൽ ഒരു പരിധി വരെയും നമ്മുടെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാം. മറ്റ് പല ഘടകങ്ങളും ഉണ്ട്. അവിടെയൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഘടകം പറയാൻ കാരണം 99 വെള്ളപ്പൊക്കം, 116 കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പറഞ്ഞില്ല, ഇത് മലയാള വർഷമാണ്. ആ 99 വെള്ളപ്പൊക്ക അന്നുണ്ടായി വെള്ളത്തെ അത്ര ഉണ്ടായില്ല 2018 എന്നാണ്. എന്നിട്ട് എന്ത് ഇത് ഇത്ര ക്ഷീണം പറ്റി? അന്ന് പുഴയിൽ വെള്ളം അടിഞ്ഞുകൂടിയില്ല, വെള്ളം ഒഴുകി പോകുമായിരുന്നു. ഒഴുകി പോകുന്നതിന് ഫലമായിട്ട് ഇത്രയും പെട്ടെന്ന് ഉയരില്ല. ഇത് പെട്ടെന്ന് ഉയരാൻ എന്തുകൊണ്ടാണ് എറണാകുളം കൊച്ചി മേഖലയിൽ ഒരു മഴ ചെയ്ത് 2 മഴത്ത് വെള്ളം കിട്ടുന്നത്? കാരണം എറണാകുളം പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ അതിർത്തിയിലേക്ക് ഒരുപടി വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു, കുണ്ടും കുഴി ഉണ്ടായിരുന്നു, തോടുകളുണ്ടായിരുന്നു. ഇതെല്ലാം കൈക്കൂലി കൊടുത്ത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒത്തുകൊണ്ട് ബിൽഡേഴ്സിന് പണിയാൻ അനുവാദം കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ പനമ്പള്ളി നഗർ, ഗിരിനഗർ, ഗാന്ധിനഗർ, ജവഹർ നഗർ, തേവരയിലെ ഇന്ദിരാനഗർ, എല്ലാ നഗറും ചെളിക്കുണ്ടായിരുന്നു. അതെല്ലാം അന്ന് 80 നികത്താൻ ഒരു പ്രശ്നമില്ലല്ലോ, നികത്തി ലെവലാക്കി. അപ്പോൾ ഒരു മഴ ചെയ്ത വെള്ളം അവിടെ കിട്ടും. മറ്റാകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ കുഴിയിലെ നിറഞ്ഞു വരുമ്പോഴേക്കും 3-4 മണിക്കൂർ പിടിക്കും. പക്ഷേ നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് വറ്റാൻ 3-4 മണിക്കൂർ പിടിക്കും. അതിന് ശേഷം മഴ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ വെള്ളം വറ്റാൻ അവസ്ഥ കിട്ടുന്നില്ല, പറ്റുന്നില്ല. കാരണം അവിടെ കിടക്കും, അപ്പോൾ വീണ്ടും വെള്ളം വരും. അങ്ങനെയാണ് വെള്ളം ഒഴുകാതെ പെട്ടത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽപ്പാളം ഉണ്ടല്ലോ, അതിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ട് വെള്ളം ഒഴുകാതെ കിടക്കുന്നത്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പം ദയവ് ചെയ്ത് സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നൊക്കെ എടുക്കാവുന്ന പരിമിതിയിൽ പരമാവധി ലിമിറ്റിൽ നിന്നൊക്കെ കൊണ്ട് കളരിക്ക് പുറത്ത് വീഴാതെയും കുറുപ്പം നെഞ്ചത്ത് കൊള്ളാതെയും കളരിക്കകത്ത് വീഴ്ത്താനുള്ള രീതിയിൽ മണല് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മനസ്സിലായി? വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു കുര്യാക്കോസിനോ കോഴിക്കോട് ഇതിന് മോമോനോ ട്രിവാൻഡ്രത്ത് നിന്ന് രാമേന്ദ്രനൊന്നും നാട് നിന്നൊക്കെ ആഗ്രഹമില്ല. അവർക്ക് ശമ്പളം കിട്ടി നിശ്ചിത സമയത്ത് ഉള്ള സമയം കൊണ്ട് സമ്പാദിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾ, നീഡി പീപ്പിൾ, ഗുണഭോക്താക്കൾ സജ്ജമാകണം. എന്ന് പറഞ്ഞാൽ അതാത് പ്രദേശത്ത് ജനങ്ങൾ സജ്ജമായാൽ മാത്രമേ, നമ്മുടെ പാറ്റ ഇത് പറയും പോലെ സജ്ജമായാൽ മാത്രമേ, നീഡി പീപ്പിൾ രംഗത്ത് വന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അതുകൊണ്ട് അതാത് മേഖലയിലെ നാട്ടുകാരെ സംഘടിച്ച് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആ സഹായം ആവശ്യപ്പെടുകയും ചെയ്ത് നാട് നന്നാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഇപ്പോൾ ശിഹാബ് തങ്ങളുടെ കാര്യം ഞാൻ വിട്ടുപോയത്. ശിഹാബ് തങ്ങളുടെ ചരമവാർഷിക ദിനമാണ്, ഓഗസ്റ്റ് 2. അതിന് പ്രത്യേകം പറയുമ്പോൾ ആദ്യം പറയാത്തത്, അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ കേരളത്തിലെ ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ ദാമോദർ വി.ഡി. സതീശൻ മേനോൻ പറഞ്ഞായിട്ട് കണ്ടു. സ്മാരകം എന്ന് പറഞ്ഞാൽ പ്രതിമയാകരുത് കേട്ടോ. പ്രതിമ ഒരു സമരം അതല്ല, പ്രതിമ അല്ലാത്ത സ്മാരകങ്ങൾ വേണം, നല്ല കാര്യം തന്നെയാണ്. ഒന്ന് ചോദിക്കട്ടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട്. ഇവിടെ ടി.ഒ. ബാബാസാഹിബ് കേരളത്തിൽ KPC പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളല്ലേ, MLA ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ കേരളത്തിൽ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ്, ഉണ്ടെങ്കിൽ പറയണം. ഒരു ബസ് സ്റ്റോപ്പ്, വേറൊരു ബസ് സ്റ്റോപ്പ്. NB മാധവൻ നായർ, ഞങ്ങളുടെ നാട്ടിലുണ്ട് മാധവൻ നായർ, ജനിച്ച് ദരിദ്രം മരിച്ച ആളാണ്. അദ്ദേഹത്തിന് ഞങ്ങളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. അദ്ദേഹത്തെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെമ്പ്രക്കയിൽ വലിയ ആൾക്കൂട്ടം, 5 കിലോമീറ്റർ ദൂരമുണ്ട് ചെമ്പ്രക്കയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഈ 5 കിലോമീറ്റർ നൂറുകണക്ക് പറ്റില്ല, 100-150 മൊത്തം ആ പ്രദേശം കംപ്ലീറ്റ് ഓട്ടോറിക്ഷയും ജീപ്പൊക്കെ വിളിച്ചിട്ട് തുറന്ന ജീപ്പിൽ ചെമ്പ്രയ്ക്ക് കൊണ്ടുവന്ന സ്വീകരണം വെച്ച് 3 ആനയൊക്കെ കൊണ്ടുവന്ന്. അത് കംപ്ലീറ്റ് എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്, ഒരു ബില്ലും ഉണ്ടായിട്ടില്ല, അത് സഹായിച്ചില്ല. പക്ഷെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും അത്രയും ആൾക്കൂട്ടം ഉണ്ടായില്ല എന്ന് പറയുന്നു. എനിക്ക് അത്ര വലിയ സഭ 3 മണിക്കൂർ റോഡ് ബ്ലോക്കായി. ഇന്നെനിക്ക് കുറ്റം തോന്നാൻ റോഡ് ബ്ലോക്കാക്കിയത്. അതേ സ്ഥാനത്ത് KPCCയുടെ പ്രസിഡൻ്റായിരുന്ന സമ്പന്നനും വിദ്യാസമ്പന്നും ഒക്കെ ആയിരുന്ന ടി.ഒ. ബാബാസാഹിബിന് ഇന്നത്തെ കോൺഗ്രസ്സുകാർ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നാണമല്ലേ ഇത്? നിങ്ങൾ ശിഹാബ് തങ്ങളിന്
സ്മാരകം പണിയാൻ ഫണ്ട് അനുവദിക്കുന്ന KPCC അല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കോൺഗ്രസ് നേതാക്കളും ചോദിക്കുകയാണ്. ബാബു സാഹിബ് നിങ്ങൾ അറിയില്ലേ? അവിടെ UJ തര്യനുണ്ട്. UJ തര്യൻ ആലുവ മുനിസിപ്പൽ ചെയർമാനായിട്ട് 2-3 വർഷം ഇരുന്നു. 5 വർഷം ഇരുന്നറിയില്ല. അദ്ദേഹത്തിന് മുനിസിപ്പൽ ഓഫീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകമാക്കി. അത് 100% തെറ്റാണത്. കാരണം അങ്ങനെ സെക്രട്ടേറിയറ്റും കളക്ടറേറ്റൊന്നും മുനിസിപ്പൽ ഓഫീസൊന്നും ഒരാളുടെ സ്മാരകമാക്കാൻ പാടില്ല. അത് പബ്ലിക് സ്വത്തല്ലേ. അപ്പോൾ നാളെ ഈ സെക്രട്ടേറിയറ്റിന് EMSൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റ് ആക്കിയാൽ, അല്ലെങ്കിൽ എറണാകുളം ജില്ലാ കളക്ടറേറ്റ് തോമസിൻ്റെ പേരിലേക്ക് ആക്കുക. എന്നിട്ടും അത് ചെയ്ത ആൾക്കാർ പദ്ധതിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒക്കെ ഒന്നാവും. ബാബാസാഹിബിൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു സ്മാണ്ടാക്കുമ്പോൾ അപ്പോഴും അവർ ഒന്നാവും. എന്നിട്ട് ചെയ്യാതിരിക്കാൻ ഈ അഭ്യാസമൊക്കെ ഇത്രയും കാലം നമ്മൾ പറഞ്ഞില്ലേ, ഒരാൾ എല്ലാ കാലത്തും എല്ലാവരും കുറേ കാലത്തെയും പറ്റിക്കും വഞ്ചിക്കും ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തെയും പറ്റിക്കും വഞ്ചിക്കാൻ സാധ്യമല്ലെന്ന് BJP പറഞ്ഞ കോൺഗ്രസ്സുകാരോടും പറയാണ്. നിങ്ങൾ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്നാവും, മറ്റു കാര്യങ്ങൾ ഒന്നാവും. അത് നടത്താൻ വേണ്ടി നടത്താതിരിക്കാൻ വേണ്ടി ആ അഭ്യാസം ഇനി വേണ്ട. ആ കാലത്ത് കഴിഞ്ഞ്. പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിവ് വന്നത് ബുദ്ധിയുള്ളവരായി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് കേരള രാഷ്ട്രീയം കത്തിമറിയ. ഇന്ന് വാർത്ത കേട്ടോ? നിങ്ങൾ കേട്ട വാർത്ത? കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ AR നഗറിലെ ബാങ്കിൽ അക്കൗണ്ട് ഓടിക്കുന്നു, അത് കണക്ക് ഹാജരാക്കുമ്പോൾ ഇൻകം ടാക്സ് അറിയിച്ചത് പറഞ്ഞുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. KT ജലീലാണ് അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെയായി. കാരണത്തിൽ അപ്പോൾ അത് സ്വാധീനിച്ചണം. KT ജലീലിനെ സ്വാധീനിക്കുന്ന 7 വർഷമായിക്കേ. 7 വർഷം സ്വാധീനിക്കുന്ന ആരാണ്? ലീഗിൻ്റെ നേതാക്കളായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ടോപ്പ് നേതാവും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ടോപ്പ് നേതാവും, CPM ഒരു ടോപ്പ് നേതാവും തമ്മിൽ ഒത്തുകച്ചവടം എല്ലാ കാര്യം അവർ പങ്കുവച്ചോടാണ്. അങ്ങനെ ആരൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയോ? അവർ ഒത്തുകൊണ്ട് എല്ലായിടവും പോകും. ശക്തമായൊരു വിമർശനം ഈ മുസ്ലിം ലീഗിൻ്റെ ഈ നേതാവ് ഭരണകക്ഷി എന്നതിൽ LDF കാണിച്ചിട്ടില്ല. മറ്റൊരു നേതാവ് കോൺഗ്രസ്, ആ നേതാവും ഭരണകക്ഷിയോട് കാണിച്ചിട്ടില്ല. പിന്നെയുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ലീഗ് നേതാക്കൾ അത് ഭരണകക്ഷിയുടെ ആ നേതാവ് സഹായിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഒരു ഒത്തുകളി കൂട്ടുകച്ചവടമാണ്. സമ്പത്തുണ്ടാക്കുന്ന കഴിഞ്ഞാൽ ഒരു ലക്ഷ്യവും മുസ്ലിം ലീഗിനില്ല. അപ്പോൾ മറ്റു പാർട്ടികൾ കള്ളന്മാരാണല്ലോ, കക്കാൻ വേണ്ടി നല്ല കൊള്ളയ്യാൻ മാത്രമാണ്. പക്ഷെ മുസ്ലിം ലീഗിനല്ലോ, മുസ്ലിം ലീഗ് വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാന്ന് പറയുന്ന ലീഗ് നേതാക്കളുണ്ട്. അപ്പോൾ അവർ കൂടി മാതൃക കാണിക്കണ്ടേ? എന്താണ് ഇങ്ങനെ ആരോടും വരുന്നത്? ഞാൻ ജോസഫ് മന്ത്രിയോട് പറഞ്ഞ പോലെയാണ്. ജോസഫ് മന്ത്രി വിമാനത്തിൽ വെച്ച് ആ സ്ത്രീയെ കൈക്ക് ചീച്ചിയെ പിടിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ആരോപണം വരാൻ പാടില്ല. അതാ പറഞ്ഞോളൂ. അത് ദിലീപ് ആ സിനിമാ നടിയെ ആക്രമിക്കാൻ എന്നുള്ളതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആരോപണം വരാൻ പാടില്ല. അതുപോലെ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താണ് നിരന്തരം ആരോപണം വരുന്നത്? കാരണം മടിയിൽ കനുള്ളവർക്ക് ഭയമുള്ളവരുമ്പല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാം ലക്ഷങ്ങളും കോടികളും കൈകാര്യം ചെയ്തിട്ട് അതിൽ കുറച്ചൊക്കെ ബ്ലാക്ക് മണിയൊക്കെ ഉള്ളതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കെതിരെ ശബ്ദിക്കാൻ പറ്റില്ല. ശബ്ദിച്ചാൽ അപ്പോൾ ED വരും, ഇൻകം ടാക്സ് വരും, CBI വരും. അവിടെ മിണ്ടാൻ പറ്റുന്ന അവസ്ഥ. അതിലൊരു കാന്തപുരമൊക്കെ ഡൽഹി ചെന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് വ്യാഖ്യാനം 10 കൊടുത്തില്ലേ? എന്ത് കാരണം? കൊടുത്തില്ലെങ്കിൽ അകത്ത് കിടക്കും. കാരണം ഗതികേടോ അല്ലെങ്കിൽ നല്ലതുണ്ടോ അല്ലെങ്കിൽ കുറേ പണം എങ്ങനെയോ കിട്ടി അവർ ചിലത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയാം. അവിടെ നമ്മുടെ സതീശൻജി ഇപ്പോൾ മുഖ്യമന്ത്രിയല്ലേ, ആഭ്യന്തരം പിന്നെ ചെന്നിത്തലാണെങ്കിലും ആഭ്യന്തരം അദ്ദേഹത്തിന് കീഴിലാണ് ഈ വിജിലൻസ് വരുന്നെങ്കിലും മുഖ്യമന്ത്രിക്കും അറിയാമല്ലോ. ആ മുഖ്യമന്ത്രിയുടെയൊക്കെ മുൻപിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം നിശബ്ദമാക്കുന്ന രീതി, അതിന് തെളിവുകൾ സഹിതം ഈ പറഞ്ഞെല്ലാം കയ്യിലുണ്ട്. എന്താണ് കേരള കോൺഗ്രസ് UDFിലേക്ക് വരാൻ നോക്കിയപ്പോൾ അന്നത്തെ കേരള മാണി ഗ്രൂപ്പിൽ മന്ത്രിക്ക് പറ്റിയത്, മന്ത്രി ചെയ്ത അഴിമതിയെക്കുറിച്ച് വിജിലൻസിനറിയാം. വിജിലൻസിനെ പറയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിജിലൻസിൻ്റെ ആളല്ലേ, വിജിലൻസിൻ്റെ കയ്യിലല്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കയ്യിലെ വിജിലൻസ് പറഞ്ഞ് നിങ്ങൾ അങ്ങനത്തെ മുന്നണി വിട്ടുപോയാൽ അകത്താക്കും. അയാൾ പേടിച്ച് പിന്നെ പോയില്ല. അപ്പോൾ തൊട്ട് മാണി കോൺഗ്രസ് ഇല്ലാതെ
ജോസഫ് കോൺഗ്രസ് വിളരാൻ പോവാണ്. എല്ലാത്തിനും അധികാരമാണ്, പണമാണ്, അല്ലാതെ യാതൊരു ലക്ഷ്യം തീരുമാനവും പാർട്ടിക്ക് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയില്ല. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവൊന്നും ഇന്ത്യയിലില്ലെന്നേ. സ്വാർത്ഥ താല്പര്യമല്ലാതെ, കൊള്ള ചെയ്യാനല്ലാതെ ഒരു നേതാക്കളും ഇല്ല. ജനാധിപത്യത്തിൻ്റെ എന്താണ് നിങ്ങളുടെ ആവശ്യത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും, പക്ഷെ നിങ്ങളുടെ ആവശ്യം പ്രചരിപ്പിക്കുന്ന തടസ്സമായിട്ട് എൻ്റെ ജീവനെ കൊടുക്കും. അതാണ് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ. ഇതങ്ങനെയാണോ? ആളെതിരെ നോക്കി കൊല്ലല്ലേ? ഇതാണ് ബാങ്കിനെ കുറിച്ച് ഒരു CBIയും ഒരു EDയും ഒരു IT ഇൻകം ടാക്സ് വരാത്തതാ. കാരണം കൊടകര കള്ളപ്പട കേസില്ലേ, കൊടകര കള്ളപ്പട കേസ് കോടികളുടെ 50 കോടി 500 കോടി എന്നൊക്കെ ചെല്ലു പറഞ്ഞത്. എന്നിട്ട് അതിൽ ഉണ്ടായോ? കാരണം അത് BJPയുടെ ആണ്. അപ്പോൾ ഇത് ലീഗിൻ്റെയാണ് കെയർ ഓഫ്. അപ്പോൾ BJPയുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് BJP ചേരാല്ല, BJP മുന്നണിയിലേക്ക് പ്രവർത്തിക്കേണ്ടി വരും. അതിൽ ഒരു സംശയമില്ല. അത് രണ്ടു കൂട്ടരും ലാഭമാണ്, നല്ലതാണ്. രണ്ടും ഒരു ജാതി പാർട്ടിയാണല്ലോ. ഒന്ന് നേരിട്ട് വന്നതിലും വർഗീയ ജാതി പാർട്ടി, ഇതും ജാതി പാർട്ടി തന്നെ. അവർക്കതാണ് സംഗതി, അത് ചെയ്തേ തീരൂ. അപ്പം അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലീഗിലെ നേതാക്കളും BJP നേതാക്കളും സംഘപരിവാർ നേതാക്കളുമായിട്ട് ലീഗിൻ്റെ ബന്ധമുണ്ട്, ലീഗിൻ്റെ ആൾക്കാർക്ക് ബന്ധമുണ്ട്. അത് നല്ലതിൻ്റെ ഒരു പരിധി ഒരു തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ, എല്ലായ്പ്പോഴും ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം. അത് ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാനപരമായ കാതലായ ഭാഷകൾ എന്നാണ് ഒരു പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ നിങ്ങൾ മതപരമായിട്ട് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഈ മോഡേൺ ചിന്താഗതിയാണ് എന്ന് വിചാരിച്ച്, മോഡേൺ ചിന്താഗതിയാണെന്ന് വിചാരിച്ചിട്ട് ആദർശപരമായിട്ട് മതത്തൊരു വ്യത്യാസം കാണിക്കില്ല എന്ന് പറഞ്ഞ പോലെയുണ്ട്. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തൊന്നും കുഴപ്പമില്ല, പക്ഷെ സമുദായത്തിന് ബുദ്ധിമുട്ട് നേരുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുസ്ലിം എന്ന പേര് മാറ്റി തുടങ്ങി. അപ്പോൾ ആരൊന്നും പറയില്ല. ഇപ്പോൾ CPI, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, എന്താണ് CP ജോണിൻ്റെ പാർട്ടി, ഇവരൊക്കെ ചെയ്യുന്ന ആരും അതുണ്ടോ? കാരണം ജാതി പാർട്ടിയല്ല. നിങ്ങൾ ജാതി പാർട്ടി വയ്ക്കുമ്പോഴാണ് ഈ സംശയം ചോദ്യം ചെയ്യുന്നത്. അത് കുഞ്ഞാക്കൊക്കെ ശ്രദ്ധിക്കണം. കാരണം വലിയ പ്രതിസന്ധിയിലേക്കും അപകടത്തിലേക്കാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നീങ്ങുന്നത്. ഇത് എത്ര പറഞ്ഞാൾക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ആളൊരു പാവമാണ്, പക്ഷെ എന്തെല്ലാം ആരോപണങ്ങൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞില്ല. അങ്ങനെയൊന്നും ആരോടും വരാൻ പാടില്ല സാർ. വയതുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അത് അതൊരു റിസ്ക് തന്നെയാണ്, അപകടമാണ്. ഒന്നാമത്തിൽ അദ്ദേഹത്തിന് മറ്റ് തങ്ങളെ പോലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനൊന്നുമല്ല ഒരു നിലക്കും, മതപരമായിട്ടുമില്ല അതുകൊണ്ടില്ല. ഒരു സംസ്ഥാന പ്രസിഡന്റായിട്ട് അത് നോമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു, ആ പാരമ്പര്യം വെച്ചതല്ല. ഇന്നിപ്പോൾ തങ്ങൾ വർഗത്തിൽ തങ്ങൾ നേതാക്കൾ ഇന്ന് കഴിവുള്ള ഒരാളുമില്ല നേതാക്കളായിട്ട്. CH മുംബൈ പോലെയോ അല്ലെങ്കിൽ ഷിഹാബ് തങ്ങളെ പോലെയോ ബനാത്ത് വലിയെ പോലെയോ ഇബ്രാഹിം സുലൈമാനെ പോലെ താത്വികമായ അല്ലെങ്കിൽ ഫിലോസഫിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി പൊളിറ്റിക്കൽ ശക്തനായ ഒരു പ്രാഗൽഭ്യമുള്ള നേതാവ് ഇന്ന് തങ്ങൾ വർഗത്തിലില്ല കേരളത്തിൽ. മനസ്സിലായില്ലേ? അതൊക്കെ വലിയ ക്ഷീണം ചെയ്യും. കാരണം ലീഗിൻ്റെ ഈ ആനുകൂല്യം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ 3 തരമാണ് ജനങ്ങൾ. ഒന്ന്, ദാരിദ്ര്യം വന്നിട്ട് നിരാശരായി, അവർ ചിന്ത ഉണ്ടാവില്ല. മറ്റ് സമ്പത്ത് കൂടിയിട്ട് അലസനായി, അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഇത് രണ്ടുമില്ലാത്ത ഇടയ്ക്കൊരു വർഗമുണ്ട്, അവർക്കാണ് എന്തെങ്കിലും ചിന്ത വരുന്നത്. അതുപോലെ മുസ്ലിം ലീഗ് കുറേ വർഷങ്ങളായിട്ട് ഈ സുഗലോലുതി പോയതുകൊണ്ട് അവർക്ക് ഒരു അല്ലലുണ്ടായിട്ടില്ല ഒരു നിലക്കും. കാരണം സമുദായത്തെ മൊത്തം പേര് പറഞ്ഞ് നക്കാപ്പിച്ച വാങ്ങിച്ച് അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു എതിർത്ത് പോയിട്ടില്ല, ചെറുത്ത് നിന്നിട്ട് മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്താണ്. എന്തുണ്ടായി? എന്തെങ്കിലും LDFിനെതിരെ മുസ്ലിം ലീഗ് സമരം ചെയ്തിട്ടുണ്ടോ? 4 പേര് അറിയുന്ന അല്ലെങ്കിൽ പബ്ലിക് ഗുണാകുന്ന ഏതെങ്കിലും സമരം, ശക്തമായ ഒരു സമരം മുസ്ലിം ലീഗ് ഇന്ന് ഇന്ത്യയിൽ ഈ 88 വർഷം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അവർ സമരം ചെയ്ത് വളർന്ന പാർട്ടിയല്ല. അല്ല, സമുദായം ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ സമുദായം ഉപയോഗിച്ച് വളർന്ന സുഗലോലുവതിൽ പാർട്ടിയാണ്. പാവപ്പെട്ടവൻ്റെ പാർട്ടിയല്ല, സമ്പന്നന്മാരുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ പകരം വന്നയാൾ KT ജലീലിനെ പോലുണ്ടോ, അദ്ദേഹം തല തിരിഞ്ഞു പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയുമ്പോഴല്ലോ സത്യം വിട്ടുപോകുന്നു. അതാണ് ഒന്ന് അങ്ങനെയാണ്, ഒന്ന് ഇങ്ങനെയാണ്. അപ്പം നിർബന്ധമായിട്ടും താത്വികമായിട്ട് അല്ലെങ്കിൽ സമുദായ സ്നേഹികളായ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിൽ ഇല്ല.
കേരള രാഷ്ട്രീയ രണ്ട് പാർട്ടി, ഒന്ന് CPM ഒന്ന് കോൺഗ്രസ്സാണ്. ഇതിലുള്ള ഒരു പറ്റം മുസ്ലിങ്ങൾ എന്താണ്, അവർക്കൊരു സീറ്റ് കിട്ടിയാൽ എന്നല്ലാതെ, അവർക്ക് സ്ഥാനം വിടുന്നല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനം വാങ്ങിക്കൊടുക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല. അത് അങ്ങനെ ചിന്തയില്ല. ഇപ്പൊ ജബി മേത്തർക്ക് അങ്ങ് സീറ്റ് ഉണ്ടോ? ആലുവയിൽ MLA ഒക്കെ ഉണ്ടോ? അൻവർ സാദറുണ്ടോ? ഇല്ല. അവർക്ക് സീറ്റ് കിട്ടും, ജയിച്ചിട്ട് മാറുക. അതിനുവേണ്ടി സോപ്പിട്ട് നിർത്തുന്നു. അവിടെയാണ് അപകടം. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ ഗ്രൂപ്പിൽ കിട്ടും, എൻ്റെ സമുദായത്തിൽ കിട്ടണം. അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിം നേതാക്കൾ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? അഥവാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണ്? പുറത്താണ്. മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിച്ചാൽ അവൻ്റെ സ്ഥാനം പുറത്താണ്, പാർട്ടി പുറത്താണ്. കണ്ടില്ല, അൻവർ വന്നല്ലേ ഇറങ്ങി കുറച്ചൊക്കെ ഒരു സമുദായ സ്നേഹത്തെ കാണിച്ചെടുക്കും. മലബാറിയില്ല തട്ടിപ്പ് ഇപ്പോൾ ഇവിടെ ആളുണ്ട് അങ്ങനെ ജീവിച്ചിരിപ്പോഴും സംശയമാണ്. കാരണം ഈ ബൂർഷ അല്ലെങ്കിൽ ഈ സാമ്രാജ്യ ശക്തികൾ സമ്മതിക്കില്ല, അങ്ങനെ വളർത്താൻ സമ്മതിക്കില്ല. അത് എത്ര ഉദാഹരണങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽ TH മുസ്തഫ വലിയ നേതാവായല്ലോ. സമുദായത്തിന് വേണ്ടി വല്ല മുസ്ലിം യോഗങ്ങൾ വിളിച്ച പോയി പ്രസംഗിക്കും, താടിയും വെച്ച് ഹജ്ജ് കാര്യമൊക്കെ പറയുന്നതല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പുള്ളി വായിച്ചില്ല. വായിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് പുള്ളിയാവും. അവർ ചെയ്യില്ല. അത് ജവാബിനെ ഒരിക്കലും ചെയ്തില്ല. അദ്ദേഹം ചെയ്ത് മുഴുവൻ കോളേജിലെ ചാക്കപ്പുള്ള ബൈലിപ്പിള്ളയാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചത്. അപ്പോൾ അന്ന് KPC കൈകാര്യം ചെയ്ത് അവരാണ്. അവർ പറയുമ്പോൾ ഇയാൾ ഒപ്പിട്ട് കൊടുക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ 10-30 ദിവസമൊക്കെ നടന്ന് പദയാത്ര നടത്തു. അപ്പോൾ പുള്ളിക്ക് അതിനേക്കാൾക്ക് ബന്ധം പാർട്ടിയാണ്. ഈ നാട്ടിൽ നിർത്തിപ്പോട്ടെ, ഐ ആം ദി KPC പ്രസിഡന്റ് ഓഫ് കേരള, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഞാൻ അങ്ങനെ പദയാത്ര നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡേറ്റ് മാറ്റണ്ടേ? മാറ്റിയോ? നിങ്ങൾക്ക് ഒരു കാര്യമല്ല, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് സാർ. ഞാൻ പിന്നെ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റുവിനെ കുറിച്ച് വിമർശിക്കാൻ മൊയ്തീൻ ഷാ, പക്ഷെ പറഞ്ഞ വാക്കെന്നറിയോ? ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹം കൊണ്ടുവന്ന് വച്ചപ്പോൾ അത് എടുത്ത് മാറ്റാൻ അദ്ദേഹം പറഞ്ഞു. എടുത്ത് മാറ്റലല്ല, യമുനാ നദിയിൽ അറിയാനാ പറയാം. അത് ശരിയാണ്. അതുകൊണ്ട് കാര്യയോ? ആക്ഷൻ വേണ്ടേ? വാണിംഗ് മാത്രമല്ലോ, ഇത് വാണിംഗ് കൊടുത്തു, ആക്ഷൻ എടുത്തില്ല. അത് ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച് അമ്പലം പണിതല്ലോ, അതിലിപ്പോൾ തെറ്റും ശരിയാ കിടക്കട്ടെ. അപ്പോൾ അതാ പറഞ്ഞ ആത്മാർത്ഥ ഉണ്ടായതെങ്കിൽ, ജാതി സ്നേഹം ഉണ്ടായതെങ്കിൽ. ജിയോ ബാബു സാഹിബ് മരിച്ചുപോലെ, അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി, ഞാനത് കുറ്റപ്പെടുത്തല്ല. അങ്ങനെ ഒരു തെറ്റ് ഇനിയുള്ള സമുദായ നേതാക്കൾ പോലെ ഇപ്പോൾ മുൻകൂട്ടി പറയുന്നു. ഞാനൊക്കെ ഇനി എത്ര കാലം പറയേണ്ടാവും അറിയില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു യഥാർത്ഥ മുസ്ലിം പ്രേമി, മുസ്ലിം ആനുകൂല്യം അല്ലെങ്കിൽ വിശ്വാസമാണെങ്കിൽ ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ പള്ളികളിലൊക്കെ പോയിരുന്ന് ദുആ ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പദയാത്ര, അതും വെയിൽ ഭയങ്കരം, അത്ര റിസ്ക് എടുത്ത് ആ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥത കാണിച്ച് ആ ബാബ സാഹിബിന് ഒരു ബസ് സ്റ്റോപ്പ് പണിയാൻ പോലും ഈ കോൺഗ്രസ്സുകാർ, ഈ കതറിട്ട കോൺഗ്രസ്സുകാർ ശ്രമിച്ചതോ? അങ്ങനെ മിണ്ടുന്നുണ്ടോ? കോൺഗ്രസ്സിലത്തെ മുസ്ലിം ലീഗ് ജാതി പാർട്ടി മുസ്ലിം ലീഗ് പിന്നെ ശിഹാബ് തങ്ങൾക്ക് സ്മാരകം പണിയാൻ കോടികൾ മുടക്കാൻ നമ്മുടെ മേനോൻജി പറയുന്നു. അപ്പോൾ അവിടെ അല്ല വോട്ട് ബാങ്കാണ്, അല്ല പാർട്ടി സ്നേഹവും ജാതി സ്നേഹവും ഒന്നുമല്ല. ഈ കള്ളന്മാരെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ജാതി സ്നേഹമില്ല. അവർ ജാതി ഒരു സ്നേഹം വെറും പറച്ചിലാണ്. അവരെല്ലാം വോട്ട് ബാങ്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോഴത്തെ വോട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അല്ല ഒരു ജാതി ഹിന്ദുവിനോടോ ക്രിസ്ത്യാനോടോ മുസ്ലിങ്ങളോ ഒന്നും ഒരു താല്പര്യമില്ല, ഇതില്ല. അവരവർ കാര്യം നടത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയണ്ടോ ഈ അനീതിക്കെതിരെ പറയണ്ടേ? KPC പ്രസിഡന്റ് പിന്നെ പ്രേം നസീർ, എത്ര കോടി രൂപ പ്രേം നസീർ പബ്ലിക്കിന് കൊടുത്ത്? പ്രേം നസീർ പണം വാങ്ങിക്കാത്ത ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കൾ ഒറ്റ ക്ലബ് പോലും കേരളത്തിലില്ല. കേരളത്തിൽ വെളി ഞാൻ പറയില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ബസ് പോണത് ഒന്നുമില്ലാത്ത സത്യന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഹാൾ എത്ര ആളും ഉണ്ടെങ്കിൽ മരിച്ചു ഒരാഴ്ച ഒരു മാസം ഉണ്ടെങ്കിൽ നസീറിൻ്റെ സാമ്പത്തിക ശേഷി വലിയ പേര് വരുമ്പോൾ ആളാണോ? അവരേക്ക് താഴ്ത്തമെടുക്കുക. എന്ത് നസീർ ഉണ്ടായില്ല? അതിൽ നസീർ ഇപ്പോൾ തന്നെ നസീറിൻ്റെ ആ കമ്മിറ്റി ചെയർമാനാണ്. അതേ മക്കാന സംഘീയ അനുഭാവിയാണ്. അത് ചെയ്യോ? ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. അത് അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ആ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. പ്രകൃതിക്ഷോഭം ഉണ്ടെങ്കിൽ അല്ല അങ്ങോട്ട് നമുക്ക് ദുഃഖമുണ്ട്. എനിക്ക് ഇവിടുത്തെ മെസ്സേജ് പറഞ്ഞത് അതിൽ പലവരും തീരുമാനിച്ചു
അന്ന് KPCCയുടെ അല്ല UDF കൺവെൻഷനിൽ വെച്ചിട്ട് അല്ലെ മീറ്റിങ്ങിൽ വെച്ച് ഒരു മുഷി നാമധാരി അതിലാരെയും കണ്ടായിട്ടും പറഞ്ഞായിട്ടും വാർത്തയിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ 40% പറയുന്നില്ലേ അവർക്കൊരു അതിപ്പോൾ ആര് ചെയ്യലും നല്ല കാര്യമാണ്. പക്ഷെ പറയുമ്പോൾ ആൾക്കാർ എല്ലാം ശ്രദ്ധിക്കുന്നത് അവിടെയാണ് വിഷയം. കാലം മാറി, ആൾക്കാർ എല്ലാ വശവും ചിന്തിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ. നിങ്ങൾ പറഞ്ഞല്ലോ മദ്രസ വിദ്യാഭ്യാസം മോശമാണ്, അവിടെ പഠിപ്പിക്കുന്ന തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികൾ വരെ ഇന്ന് മുന്ന നിലയിലാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ NSC സമുദായത്തിലൊക്കെ മീറ്റിംഗ് കൂടും പറയുന്നത് അവരെ കണ്ടുപിടിക്കുക, അവർ ഉന്നതിൽ പോകുന്നതാണ്. ഒരു ആനുകൂല്യം സർക്കാരിന് കിട്ടാതെ, അത് ചെറിയ റിസർവേഷൻ അല്ല, ഒരു സാമ്പത്തിക സഹായം കിട്ടാതെ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പോലും ശരിക്കും കൊടുക്കുന്നില്ല, കിട്ടാതെ ആ വിഭാഗം ആൾക്ക് ഉന്നതിയിലെത്തിയെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് കഴിവ് ശക്തിയില്ലേ? ഇന്നും നിലവിളിക്കാനുള്ള സർക്കാർ വിദ്യാഭ്യാസം മറ്റ് കമ്പ്യൂട്ടർ മേഖല എല്ലാം അടുക്കി വാണിയത് 2 സമുദായങ്ങളാണ് കേരളത്തിൽ, നായർ സമുദായവും ക്രിസ്ത്യൻ സമുദായവും. പ്രത്യേകം ക്രിസ്ത്യൻ സമുദായം, നായർ സമുദായം എത്ര ഒന്നുമില്ല, അവർക്ക് ഉദ്യോഗ ലെവലിൽ ഒതുങ്ങിയാണ്ട് പോകാമായിരുന്നു. ഇപ്പം അവരുടെ ഇതൊക്കെ പോയതുകൊണ്ടുള്ള സങ്കടമാണ്. അങ്ങനെ സങ്കടം ഈ നിങ്ങൾ പറയുന്ന മദ്രസ പഠനം കൂടെ നടത്തിയില്ലേ, നേടിയിരുത്തില്ലേ? അപ്പം അതുകൊണ്ട് പഠനം ഏതാന്നുള്ളത് പഠിക്കേണ്ട രീതിയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താണ്. ലോകത്ത് ഇപ്പോൾ 1-ാം നിലയിലാണ് ഇസ്രായേൽ എന്ന് നിങ്ങൾ പറയാം. ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റ് പല വളർച്ചയെല്ലാം 1-ാം സ്ഥാനത്താണ്. ഞാൻ ഇങ്ങോട്ട് അവർ പഠിച്ച് ഇംഗ്ലീഷിലല്ല, അറബിയിലല്ല, അവരുടെ മാതൃഭാഷ ഹീബ്രു ഭാഷയിലാണ്. യഹൂദന്മാർ ആ ഹീബ്രു ഭാഷയിൽ പഠിച്ചാണ് അവർ ലോകത്ത് 1-ാമതായത്. ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ മലയാളം ആക്കാൻ പറഞ്ഞിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ഒരു ഓർഡർ പോലും മാറ്റിയിട്ടുണ്ടോ? മാറ്റാൻ പറ്റുമോ? എത്ര വർഷമായി മലയാള ഭാഷ വികസനം ഒക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. അതിൽ കൃത്യമായിട്ട് മലയാള ഭാഷ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഓർഡറൊക്കെ പല ഓർഡറും കൃത്യമായിട്ട് വാക്കുകളില്ലെന്നാ. അപ്പോൾ ഏത് ഭാഷയിൽ പഠിക്കുന്നില്ല, പഠിക്കുന്നതിൻ്റെ ആത്മാർത്ഥ്യത്തിൻ്റെ കഴിവാണ്. അപ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടൊന്നും മോശമാവില്ല. പക്ഷെ മോശമാകുന്നവരുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അത് മദ്രസയിൽ പഠിച്ചുകൊണ്ട് മാത്രമല്ല. അതിൽ വേറൊരു കാര്യം കൂടി പറയാൻ നിർത്താട്ടോ, ക്ഷമിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളെ കുത്തിക്കൊന്ന്, 2 കുത്തിക്കൊന്ന്, തല്ലിക്കൊന്ന്, അവർക്ക് ശിക്ഷ മാക്സിമം ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കേറ പോയില്ലല്ലോ, മാക്സിമം 12 വർഷം. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ സ്വവർഗരീതിക്ക് ഉപയോഗിച്ചാൽ 40, 80, 90 കൊല്ലത്തെ ശിക്ഷയും ₹1,00,000 ഫൈനുമാണ്. അതൊക്കെ എന്ത് നീതിയാണത്? ഒരു ആൺകുട്ടിയെ ലൈംഗികമായിട്ട് സെക്ഷലായിട്ട് ഒരാണ് ആ കുട്ടിക്ക് പ്രത്യേക ജീവനൊന്നും പോവില്ല. അത് ഞാൻ നല്ലതാന്നല്ല പറയുന്നത്. പക്ഷെ അതിനെതിരെ 2-3 വർഷം ശിക്ഷ കൊടുക്കുക. ഇത് കൊടുക്കും 90 വർഷം കൊടുക്കുന്നത് എന്തോ അന്തസ് പോലെ അഭിമാനം പോലെയാണ് ചില ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരൊക്കെ വിധിക്കുന്നത്. 90 വർഷം മനുഷ്യത്തെ കാലമുണ്ട് എന്ന് പറയാൻ കാരണം ബീഹാറിൽ ഒരു കേസിൽപ്പെട്ട ആൾ കിട്ടാതെ വന്ന് അവസാനം 94 വയസ്സിൽ കിട്ടി. എന്നിട്ട് അയാളെ കൊണ്ട് ജയിലിൽ വിടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ട്. 94 വയസ്സായി തന്നെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരാളെ ജയിലിൽ കൊണ്ടിരുന്നത് അത് എന്ത് ശിക്ഷാ രീതിയാണത്? അത് ഏത് മോഡൽ ശിക്ഷയാണത്? ഇതൊക്കെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.